ഈ ജരാന്ത ശബ്ദത്തിൽ പ്രാരംഭിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഈ പ്രാരംഭം കൊണ്ട് എന്തുണ്ടായി എന്ന് വെച്ചാൽ ഇവരോട് ചേർന്നോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു രൂപം നമുക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ വേണ്ടതോ പുണ്യത്തെ വർദ്ധിപ്പിക്കുക, അവസാനം അതിനെയും ക്ഷയിപ്പിക്കുക, എന്നിട്ട് ലക്ഷ്യത്തിലൂടെ എത്താനായിട്ട് ഇത്രയും ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് നിരോധം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ നിരോധം ഇവിടെ പൂർണ്ണതയിലേക്ക് ഉണ്ട്. പക്ഷെ ഒന്നുകൂടെ പറയട്ടെ, എളുപ്പമല്ല. തൊണ്ണൂറ് കിടക്കണം. അതിന് മുമ്പ് പോയതേ 90 കിടക്കണം. ആ 90 അധ്യായത്തിലൂടെ നിരോധം നമുക്ക് പൂർണ്ണമായിട്ട് ഭാഗവതം പഠിപ്പിച്ചിരുന്നു, കാണിച്ചിരുന്നു. കൃഷ്ണാവതാരം നമുക്ക് കേൾക്കാനുള്ള കഥയിലൂടെ കേൾക്കാനുള്ളത് ഏതാണെന്ന് വെച്ചാൽ കൃഷ്ണാവതാരാണ്. എന്തിനാണ് ഭഗവാൻ സമയാസമയങ്ങളിലെ ഓരോരോ അവതാരങ്ങൾ എടുക്കുന്നത്? അതിനെ ചോദിച്ചു, എന്തിനാണ് ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിച്ചത്? പെട്ടെന്ന് സാധാരണക്കാരായ നമ്മുടെ നാട്ടിൽ വരുന്ന ഉത്തരാണ് കംസവധം. എന്തിനാണ് ഭഗവാൻ രാമനായിട്ട് അവതരിച്ചത്? പെട്ടെന്ന് നമ്മുടെ നാവിൽ വരുന്ന ഉത്തരാണ് രാവണവധം. ആ സത്യത്തിൽ ആരെയും കൊല്ലാനോ കൊല്ലാനോ പിടിക്കാനോ ഒന്നുമല്ല ഈ അവതാരങ്ങളൊക്കെ. ഒരു കംസവധമായിരുന്നു ഈ കൃഷ്ണാവതാരത്തിന്റെ ഉദ്ദേശം എന്ന് വയ്ക്കുക. ഇതിനെ മനസ്സിലാക്കരുത്, കാരണം കഥയിൽ നിന്ന് വിട്ടിട്ടാണ് അല്പസമയം സംസാരിക്കുന്നത്. വളരെ ശ്രദ്ധയോടും ബാഹ്യമായിട്ടുള്ള ചലനവും ശബ്ദവും ഒന്നും ശ്രദ്ധിക്കുക. ഒരു കംസനെ കൊല്ലാൻ വേണ്ടി ആയിരുന്നു ഈ കൃഷ്ണാവതാരത്തെ. 11ാമത്തെ വയസ്സിലെ കൃഷ്ണൻ കംസനെ കൊന്നിട്ടുണ്ട്. വേണമെങ്കിൽ അപ്പോൾ പുസ്തകം നടത്തിക്കൊണ്ട് ഇത് പോയിരുന്നില്ലേ? വേണമെങ്കിൽ പോയോ? ഇല്ല. എത്ര കാലം? 125 വയസ്സ്. അന്നത്തെ ആ ദ്വാപരാന്ത്യത്തിലെ പരമാവധി അനുസമായിരുന്നു. ആ ധർമ്മത്തെ തെറ്റിക്കാൻ താൻ തയ്യാറല്ല എന്ന ഭാവത്തിലാണ് 125ാമത്തെ വയസ്സ്. ഈ 11 മുതൽ ഈ 125 വരെ ഇരിക്കേണ്ട കഴിയുള്ളൂ. ഇല്ല. അപ്പൊ മനസ്സിലാക്കുക, കംസനെ കൊല്ലലല്ല ഈ കൃഷ്ണാവതാരത്തിന്റെ ഉദ്ദേശം. ഇനി ഒരു രാവണവധമായിരുന്നു ശ്രീരാമാവതാരത്തിന്റെ ഉദ്ദേശം. 42-43 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ആ രാവണനെ കൊന്നത്. എന്നാൽ സ്വർഗാരോഹണം എത്രാമത്തെ വയസ്സിലാണ്? കൃഷ്ണന്റെ സ്വർഗാരോഹണം പറഞ്ഞ 125 വയസ്സാണ്. എന്നാൽ രാമന്റെ സ്വർഗാരോഹണം എത്രാമത്തെ വയസ്സിലാണ്? 11,233 വയസ്സാണ്. അപ്പോൾ ഇത്രയും കാലം ഈ 42-43 വയസ്സ് മുതൽക്ക് ഈ 11,000 ചില്ലാനം വർഷം വരെ ഈ വേദനയൊക്കെ സഹിച്ച്, ഈ ത്യാഗത്തെ സഹിച്ച് കഴിയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ് ഈ രാമാവതാരത്തിന്റെ ഉദ്ദേശം? മനസ്സിലാക്കുക. രാവണവധം മാത്രമല്ല, മുഖ്യ ഉദ്ദേശം എന്താ? മദ്യശിക്ഷണം. ഒരു സാധാരണ മാനവനായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ അനുഭവിക്കേണ്ടത്? ഏതൊക്കെ ത്യാഗമാണ് അവിടെ സഹിക്കേണ്ടതായിട്ടുള്ളത് എന്ന് തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ആളാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. എന്നിട്ട് മാത്രമാണ് ഈ 11,000 ചില്ലാനം വർഷം കഴിഞ്ഞ് ആ സരീരയിലൂടെ പോകുന്നത്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ, രാമകൃപയുണ്ടെങ്കിൽ, ആ ഭഗവാൻ അലിഞ്ഞതായ രാമദേവത്തെ സമർപ്പിച്ചതായ ആ സ്വർഗാരോഹണ കാട്ടിലേക്ക്, ആ സരിയൂർ നദിയിലേക്ക് നമുക്ക് പോകാം, ഒന്ന് സ്നാനം ചെയ്യാം. ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം, ഭഗവാൻ അനുവദിക്കുന്നെങ്കിൽ മാത്രം. അപ്പൊ പറഞ്ഞു വരുന്നത്, എന്തിനാണ് ഭഗവാൻ അവതരിക്കുന്നത്? വളരെ വ്യക്തമായിട്ട് നവസ്കന്ധത്തിലെ അവസാനത്തെ 24ാമത്തെ അധ്യായത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 56ാമത്തെ ശ്ലോകത്തിൽ ഇത്ര എടുത്ത് പറഞ്ഞാൽ ഈ ആരെയും ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ പറ്റണം. എന്തിനാണ് ഈ ശ്ലോകം എന്ന് മനസ്സിലാക്കിയാൽ
യഥാ യഥാ ഇഹ ധർമ്മസ്യ